ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുനന്ദിക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. പുതിയ വർഷം ആരംഭിക്കുവാൻ, ആ വർഷത്തെ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങുകയാണ്. ഈ ആണ്ടിൻ്റെ അവസാനത്തിൽ അടുത്ത വർഷത്തിൻ്റെ ആരംഭത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു വർഷം മുഴുവൻ ദൈവം നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കും കൃപയ്ക്കുമായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്തൊരു വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരുവാൻ, വ്യക്തിപരമായി എനിക്ക്, എൻ്റെ കുടുംബത്തിന്, തലമുറയ്ക്ക് ഇനിയുള്ള ഒരു വർഷം അനുഗ്രഹമായി തീരുവാൻ നാം എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ കരുണയും കൃപയും നമ്മോട് കൂടെ ഇരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. ദൈവം അവകാശമായി നൽകാൻ പോകുന്ന ദേശത്തെക്കുറിച്ചാണ് ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നത്. ഒരു വർഷം ദൈവം നമുക്ക് അവകാശമായി നൽകാൻ പോവുകയാണ്. കഴിഞ്ഞൊരു വർഷം ദൈവം നമുക്ക് അവകാശമായി നൽകി. ആ ഒരു വർഷം, ഈ കഴിഞ്ഞൊരു വർഷം നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം നന്മകൾ നൽകി, ദൈവം നൽകിയ നന്മകൾക്ക് ദൈവത്തിന് നന്ദി പറയുവാനും, അടുത്ത ഒരു വർഷം ദൈവം നമുക്ക് ദാനമായി നൽകുമ്പോൾ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കണ്ണും കാതുമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഈ ആണ്ടിൻ്റെ അവസാനം നാം സ്വയം ഒന്ന് പരിശോധിക്കേണ്ടത്, ഈ ഒരു വർഷം ഞാൻ ദൈവത്തിനു വേണ്ടി എന്ത് ഫലം കായ്ച്ചു എന്നുള്ളതാണ്. അടുത്തൊരു വർഷത്തിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ഈ വർഷം ദൈവത്തിനു വേണ്ടി എനിക്ക് എന്ത് ഫലം പുറപ്പെടുവിക്കാൻ സാധിച്ചു, എൻ്റെ വ്യക്തിപരമായ ജീവിതം, ദൈവവുമായുള്ള വ്യക്തിപരമായ ജീവിതം ഈ വർഷം എങ്ങനെയായിരുന്നു എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുവാൻ, എന്തെങ്കിലും കുറവുകൾ കണ്ടാൽ അത് തിരുത്തി ഇനി ദൈവം നൽകാൻ പോകുന്ന ആ ഒരു വർഷം, അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ കണ്ണും കാതും നമ്മുടെ കൂടെ ഇരുന്ന് ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയായി, ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സ്വയം പരിശോധിക്കാൻ വേണ്ടി ഈ വർഷം ദൈവവുമായുള്ള എൻ്റെ വ്യക്തിപരമായ ബന്ധം, ദൈവത്തിനു വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിച്ച എന്തെങ്കിലും നന്മകൾ എന്നിൽ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ, സ്വയം പരിശോധിക്കുവാൻ ഈ ആണ്ടിൻ്റെ അവസാനം ദൈവം നമുക്കൊരവസരം നൽകിയിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ നിർത്തിയത് എന്തിനാണ് എന്ന് ദൈവം തൻ്റെ ആത്മാവ് മുഖാന്തരം ദൈവവചനത്തിലൂടെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസ് രക്ഷാസുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമ വെളിപ്പെടുത്തുകയാണ്. ആ ഉപമ ഇങ്ങനെയാണ്: അവൻ ഒരു ഉപമയും പറഞ്ഞു. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിവൃക്ഷത്തിൽ ഫലം തിരയുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളയാൻ അത് നിലത്തെ നിഷ്ഫലമാക്കുന്ന എന്ത് എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. ഇതൊരു ഉപമയാണ്. ആരെക്കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഉപമയിലൂടെ വെളിപ്പെടുത്തുന്നത്? ഈ ഉപമയെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുമ്പോൾ ദൈവം തൻ്റെ പദ്ധതി പ്രകാരം വീണ്ടെടുക്കാൻ വേണ്ടി താൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന
തന്നോട് കൂടെ ആയിത്തീരുവാൻ കാംക്ഷിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ, അതായത് യഹൂദന്മാരെക്കുറിച്ചാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുന്നത്. ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെക്കുറിച്ചാണ് യേശു ഈ ഉപമയിലൂടെ വെളിപ്പെടുന്നത്. ഇന്ന് ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനമാരാണ്? യേശുക്രിസ്തുവിനെ കർത്താവ് ദൈവമായി സ്വീകരിച്ച, കർത്താവിൻ്റെ സഭയിൽ അംഗമായിരിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിയും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഇതാ ഇവിടെ ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ചാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. ഏതാണ് ഈ മുന്തിരിത്തോട്ടം? ഇവിടെ ദൈവരാജ്യമാകുന്ന പിതാവായ ദൈവത്തിൻ്റെ ഭരണവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭരണവും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവുമുള്ള ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഇവിടെ ഒരു മുന്തിരിത്തോട്ടത്തോട് സദൃശ്യപ്പെടുന്നത്. ദൈവരാജ്യത്തിൽ നട്ടിരിക്കുന്ന ഒരു അത്തിവൃക്ഷമായിട്ടാണ് ദൈവം നമ്മളെ കാണുന്നത്. ഈ ഭൂമിയിൽ അനേകം പേര് ദൈവത്തെ അറിയാതെ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക്, ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ അവരിൽ നിന്ന് പ്രത്യേകമായി ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളാണ് നമ്മൾ. യേശുവിനെ വ്യക്തിപരമായി തിരിച്ചറിഞ്ഞ, യേശുവിനെ കർത്താവും ദൈവമായി വിശ്വസിച്ച് ഏറ്റുപറയുന്ന, അത് മുഖാന്തരം ദൈവരാജ്യത്തിൽ അംഗമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഈ അത്തിവൃക്ഷം. അപ്പോൾ ദൈവരാജ്യത്തിൽ നടപ്പെട്ട ഒരു അത്തിവൃക്ഷമാണ് ഈ വചനം കേൾക്കുന്ന നമ്മൾ. അങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? ഫലം കാക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇവിടെ വചനം പറയുകയാണ്, ഒരുത്തൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു, അവനതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ലതാനും. ഒരു വൃക്ഷം നടുമ്പോൾ, ഒരു ചെടി നടുമ്പോൾ ഏതൊരു കൃഷിക്കാരൻ്റെ ലക്ഷ്യം ആ വിത്ത് നട്ട് അത് മുളച്ച് വളർന്ന് വലുതായി അതിൽ ഫലമുണ്ടാകുക എന്നുള്ളതാണ്. എന്നാൽ ഈ തോട്ടക്കാരന് ഇവിടെ ഫലം കാണാൻ സാധിച്ചില്ല. അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ലതാനും. അപ്പോൾ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരയുന്നു, കാണുന്നില്ലതാനും. അതിനെ വെട്ടിക്കളയുക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്ന എന്ത് എന്ന് പറഞ്ഞു. ഒരുപക്ഷെ നമ്മെക്കുറിച്ച് ഇന്ന് ദൈവം ചിന്തിക്കുന്ന ഇങ്ങനെയായിരിക്കാം. എത്രയോ വർഷമായി ദൈവരാജ്യത്തിൽ അംഗമായി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു. എന്നാൽ നാം എന്തെങ്കിലും ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുടെ ഫലം പുറപ്പെടുന്നുണ്ടോ? ദൈവം ഓരോ വർഷവും നമ്മെ പരിശോധിക്കുക. ഇവിടെ വചനം പറയുകയാണ്, 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അപ്പോൾ ഓരോ വർഷവും ആ നിലത്തിൻ്റെ ഉടമസ്ഥൻ ഈ അത്തിവൃക്ഷത്തിൽ ഫലമുണ്ടോ എന്ന് ഓരോ വർഷവും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതാ ഈ വർഷം അവസാനിക്കാൻ പോവുകയാണ്. ഈ വർഷത്തിൻ്റെ അവസാനം സ്വർഗത്തിലെ ദൈവം നമ്മിലേക്ക് നോക്കുകയാണ്. എന്തെങ്കിലും ഫലം പുറപ്പെടുന്നുണ്ടോ? എന്തെങ്കിലും നന്മയുടെ ഫലം പുറപ്പെടുന്നുണ്ടോ? എന്തെങ്കിലും ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന എന്തെങ്കിലും ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ? ഇവിടെ ഈ തോട്ടക്കാരനോട് നിലത്തിൻ്റെ ഉടമസ്ഥൻ പറയുകയാണ്, ഈ ഫലം ഇല്ലാത്തതുകൊണ്ട്, ഈ നിലത്തെ നിഷ്ഫലമാക്കുന്നുകൊണ്ട് അതിനെ വെട്ടിക്കളയുക. കാരണം ഈ അത്തിവൃക്ഷം നിന്നുകൊണ്ട് ഈ നിലത്തെ നിഷ്ഫലമാക്കുകയാണ്. ഈ നിലത്തിന് ആവശ്യമായിരിക്കുന്ന വെള്ളവും വളവും എല്ലാം വലിച്ചെടുത്ത് ഈ വൃക്ഷം തഴച്ചു വളരുന്നല്ലാതെ ഒരു ഫലം പോലും പുറപ്പെടുന്നില്ല. ഒരു ഉടമസ്ഥൻ്റെ വേദന, താൻ നട്ട അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം തിരയുമ്പോൾ ഫലം കാണാതെ വരുമ്പോൾ ആ ഉടമസ്ഥന് വേദനയുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഈ ഭൂമിയെ നമ്മെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവം നമ്മെ ദൈവരാജ്യത്തിന് ഒരു അംഗമാക്കി. യേശുക്രിസ്തുവിൽ വിശ്വാസം മുഖാന്തരം നാം ദൈവരാജ്യത്തിൻ്റെ അംഗമായി മാറി.
ഈ തോട്ടത്തിൽ അനേകം അത്തിവൃക്ഷങ്ങൾ നിൽക്കുന്ന തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം പോലെ ഇതാ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലായിരിക്കുന്ന ആ ദൈവരാജ്യത്തിലെ ഒരു അംഗമായി ദൈവം നമ്മെ നിർത്തിയിട്ട് ഓരോ വർഷവും ദൈവം ഫലം തരികയാണ്. ഈ വർഷം ആരംഭം മുതൽ അവസാനം വരെ ദൈവം നമുക്ക് ആവശ്യമായിരിക്കുന്ന വെള്ളവും വളവും ഇട്ട് നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകി ദൈവം നമ്മെ സമൃദ്ധമായി ഒരു പോറൽ പോലുമില്ലാതെ, ഒരു കേടുമില്ലാതെ, ഒരു പുഴുക്കുത്തുമില്ലാതെ ദൈവം വേലി കെട്ടി സംരക്ഷിച്ച് ഇത്രത്തോളം വളർത്തി വലുതാക്കിയിട്ട് ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടെ ഈ ഉടമസ്ഥൻ പറയുകയാണ്, തോട്ടക്കാരനോട് പറയുകയാണ്, വെട്ടിക്കളയുക. കാരണം ഈ മരം നിൽക്കുന്നുകൊണ്ട്, ഈ വൃക്ഷം നിൽക്കുന്നുകൊണ്ട് ഈ സ്ഥലം നിഷ്ഫലമായി തീരുകയാണ്. അതുകൊണ്ട് അതിനെ വെട്ടിക്കളയുക. എന്നാൽ ഈ തോട്ടക്കാരൻ പറയുകയാണ്, കർത്താവേ ഞാനതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ. ഇങ്ങനെ എത്ര വർഷമായി വെട്ടല്ല പിതാവേ വെട്ടല്ലേ എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്നു. നട്ട ദൈവത്തിന് നമ്മെ ഈ തോട്ടത്തിൽ നിന്ന് പറിച്ചു കളയാൻ അധികാരമുണ്ട്. എന്നാൽ അതിനുള്ള അധികാരം തോട്ടക്കാരൻ നൽകുമ്പോൾ ആ തോട്ടക്കാരൻ പറയുകയാണ്, വെട്ടല്ല പിതാവേ വെട്ടല്ലേ, ഒരാണ്ടുകൂടി നിൽക്കട്ടെ. ഇവിടെ വചനം പറയുകയാണ്, അതിന് തോട്ടക്കാരൻ, കർത്താവേ ഞാനതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. ഒരുപക്ഷെ ഇന്ന് നമ്മൾ വീണുപോകാതെ, വെട്ടപ്പെടാതെ, തീയിലെറിയപ്പെടാതെ നിൽക്കാൻ ഒരു കാരണം നമുക്ക് വേണ്ടി തൻ്റെ രക്തം കാണിച്ചുകൊണ്ട് പിതാവിൻ്റെ സന്നദ്ധിയിൽ മധ്യസ്ഥം വഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹമാണ്. വചനം പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു. എങ്ങനെ? തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ പാപ പരിഹാര ബലിയായി നിർത്തിയിരിക്കുക. ഈ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ രക്തം കാണിച്ചുകൊണ്ട് പിതാവിനോട് ചോദിക്കുകയാണ്, വെട്ടല്ലേ പിതാവ് വെട്ടല്ലേ, ഒരാണ്ടുകൂടി നിൽക്കട്ടെ, ഇനിയും ഈ വർഷം അല്ലെ അടുത്ത വർഷം ഫലം കായ്ച്ചെങ്കിലോ. ഒരുപക്ഷെ ഇന്ന് ഭൂമിയിൽ നിന്ന് വെട്ടപ്പെടാതെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്, നമ്മുടെ യോഗ്യതയല്ല, നമ്മുടെ പ്രാഗൽഭ്യമല്ല, ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, കൃപയാണ്. ഒരു വർഷം കൂടി ഈ ഭൂമിയിൽ ആയുസ്സോടെ ജീവിച്ചിരിക്കാൻ സാധിച്ചത്. നമ്മളെക്കാൾ വലിയ വൻമരങ്ങൾ കടപുഴകി വീണ ആ തോട്ടത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എങ്ങനെയാണ് നാം സൂക്ഷിക്കേണ്ടത്? പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതം ദൈവരാജ്യത്തിന് നിഷ്ഫലമായ ഒരു ജീവിതമാണെങ്കിൽ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതമായി തീരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധ കാലത്ത് ഒരു അത്തിവൃക്ഷത്തിൽ ഫലം അന്വേഷിച്ചപ്പോൾ അതിൽ കണ്ടില്ല. അവിടെ യേശു ചെയ്ത പ്രവൃത്തി എന്താണ്? മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ കർത്താവ് വചനം പറയുന്നു, രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്കെ ചെന്നു, അതിൽ ഇലയല്ലാതെ ഒന്നും കാണാകിയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. അതായത് മറ്റൊരു സ്ഥലത്ത് യേശു അത്തിയെ ശപിച്ചു എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് യേശു അത്തിയെ ശപിച്ചത്? അതിൽ ഫലമില്ലാത്തത് കൊണ്ട്. ഫലമില്ലാത്ത വൃക്ഷം ശപിക്കപ്പെട്ട വൃക്ഷമാണ്. യേശു അതിനെ ശപിച്ചിരിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഫലം പുറപ്പെടുവിക്കുന്നതാണോ? ദൈവരാജ്യത്തിന് ഫലം പുറപ്പെടുവിക്കാത്തൊരു വൃക്ഷമാണോ ഞാനെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. ഇത്രയും നാളും ഒരു ക്രിസ്ത്യാനി ജീവിച്ചിട്ട് യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി രുചിച്ചറിഞ്ഞിട്ട് ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, ഞാൻ ദൈവരാജ്യത്തിന് തക്ക ഫലം കായ്ക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് പലപ്പോഴും നമ്മിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഫലം എന്താണ്? മറ്റുള്ളവർക്ക് നന്മയാണോ അതോ തിന്മയാണോ? കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം
അതിൻ്റെ 7-ാം അധ്യായം 16 മുതൽ വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം ഒക്കെ വെട്ടി തീയിലിടുന്നു. ഇവിടെ ഫലം കായ്ക്കുന്ന വൃക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമ്മൾ കേട്ടത് ഫലമില്ലാത്ത വൃക്ഷമാണ്. ഇനി ഫലം കായ്ക്കുന്ന വൃക്ഷം, അതെങ്ങനെയുള്ള ഫലമാണ് കായ്ക്കുന്നത്? ആകാത്ത ഫലം. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നല്ല വൃക്ഷത്തിൽ നിന്ന് ഒരിക്കലും ചീത്ത ഫലം പുറപ്പെടാറില്ല. എന്നാൽ അവരുടെ ഫലങ്ങളാൽ അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിങ്ങപ്പഴവും ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറില്ലല്ലോ. നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു. അപ്പോൾ ആകാത്ത ഫലം, ചീത്ത ഫലം കായ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വൃക്ഷം ചീത്തയാണ്. നല്ല ഫലം കായ്ക്കുന്നുവെങ്കിൽ ആ വൃക്ഷം നല്ലതാണ്. ഇന്ന് നമ്മൾ ഫലം കായ്ക്കുന്നുണ്ട്, എന്നാൽ പുറപ്പെടുന്ന ഫലം എന്താണ്? നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഫലം എന്താണ്? കഴിഞ്ഞ ഒരു വർഷം നമ്മിൽ നിന്ന് പുറപ്പെട്ട ഫലം ആകാത്ത ഫലമാണോ, ചീത്ത ഫലമാണോ, അത് നല്ല ഫലമാണോ? മറ്റുള്ളവർക്ക് തിന്മയാകുന്ന, മറ്റുള്ളവർക്ക് വേദനയാകുന്ന, മറ്റുള്ളവർക്ക് മുറിവുകൾ നൽകുന്ന ഫലങ്ങളാണോ നമ്മിൽ നിന്ന് പുറപ്പെട്ടത്? അതോ മറ്റുള്ളവർക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും നൽകുന്ന ആത്മാവിൻ്റെ നല്ല ഫലങ്ങളാണോ ഇതിൽ നിന്ന് കായ്ച്ചത്? പലപ്പോഴും നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഫലം നോക്കി ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഏത് വൃക്ഷത്തെയും ഫലത്തിൽ തിരിച്ചറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വർഷം എന്നിൽ നിന്ന് പുറപ്പെട്ട ഫലം ഒന്ന് പരിശോധിച്ചാൽ ഞാൻ ആരാണെന്ന് വ്യക്തിപരമായി തിരിച്ചറിയാൻ സാധിക്കും. അതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ആകാത്ത ഫലം കായ്ച്ചാൽ വെട്ടിത്തീരണമെന്നാണ് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് വീണ്ടും മത്തായി സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം 7 മുതൽ വാക്യങ്ങളിൽ, ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുത്തുന്നത് ആവശ്യം തന്നെയെങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. 2 കൈയും 2 കാലുമുള്ളവനായി നിത്യനരാഗ്നി വീഴുന്നതിനേക്കാൾ അനുഗ്രഹീതനായിട്ടാണ് മുടന്തനായിട്ടോ ജീവനിൽ കിടക്കുന്നത് നിനക്ക് നന്ന്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച ആയാൽ അതിനെ ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കിടക്കുന്നത് നിനക്ക് നല്ലത്. ഇവിടെ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ഫലം നല്ലതല്ലെങ്കിൽ ആ വൃക്ഷം വെട്ടിക്കളയണം. ഇവിടെ വചനം പറയുകയാണ്, കണ്ണ് നിനക്ക് ഇടർച്ച വരുന്ന കണ്ണ് ചുഴന്ന് കളയണം. കൈ നിനക്ക് ഇടർച്ച വരുന്ന കൈ വെട്ടിക്കളണം. കൈയും കാലുമില്ലാതെ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും? ഇവിടെ നിന്റെ കണ്ണ് നിനക്ക് ദുഷിച്ചതാണെങ്കിൽ, കൈ നിനക്ക് പാപം ചെയ്യാൻ കാരണമാണെങ്കിൽ, നിന്റെ ശരീരം പാപ കാരണമാണെങ്കിൽ അതിനെ വെട്ടിക്കളയെന്ന് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുക. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് കൈയില്ലാത്തവനായി കാലില്ലാത്തവനായി ഭൂമിയിൽ ജീവിക്കാനല്ല. അതായത് നിന്റെ കണ്ണിൻ്റെ മേൽ ദുരാസക്തി ഉണ്ടെങ്കിൽ അത് ചുഴന്നു കളയണം. നിന്റെ ശരീരത്തിൻ്റെ പല അവയവങ്ങളുടെ മേൽ ദുരാസക്തി ഉണ്ടെങ്കിൽ ഈ ദുരാസക്തിയെ വെട്ടിക്കളയണം. കണ്ണിൻ്റെ ദുരാസക്തിയെ, കൈയുടെ ദുരാസക്തിയെ, കാലിൻ്റെ ദുരാസക്തിയെ. ഇന്ന് ഈ കാലുകൊണ്ട് പാപത്തിലേക്ക് നാം നടന്നു നീങ്ങുമ്പോൾ, കൈ കൊണ്ട് പാപം ചെയ്യാൻ നമുക്ക് ആസക്തി ഉണ്ടാകുമ്പോൾ, കണ്ണുകൊണ്ട് പാപം ചെയ്യാൻ നമ്മുടെ ഹൃദയത്തിൽ പ്രേരണ ഉണ്ടാകുമ്പോൾ ഈ ദുരാസക്തിയെ ചുഴന്നു കളയണം, വെട്ടിക്കളയണം. കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഈ ദുരാസക്തി ഒരിക്കലും നമ്മെ നിത്യമായി സ്വർഗത്തിന് അവകാശിയാക്കിയില്ല. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എൻ്റെ ഈ ശരീരം എത്രമാത്രം പരിശുദ്ധമായി സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കാം. അതിനും പറയുകയാണ് ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 43-44, ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല, നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷമില്ല. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് തിരിച്ചറിയാം. അതായത് ഞാൻ ആരാണെന്ന് എന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ പരിശോധിച്ചറിയാൻ സാധിക്കും. ഇന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നാം ആകാത്ത ഫലം കായ്ക്കുന്ന വ്യക്തിയാണോ? സ്വയം ഒന്ന് പരിശോധിക്കണം.
യേശുവിനെ വ്യക്തിപരമായി തിരിച്ചറിഞ്ഞ ആ സമയത്തെ ആ ദൈവാനുഭവമാണോ ഇന്ന് എനിക്ക് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക നല്ലതാണ്. വെളിപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്കിൽ പറയുന്നു, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണു നിൽക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും എന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനത്തോട് ദൈവം പറയുകയാണ്, നിന്നെക്കുറിച്ചൊരു കുറ്റം എനിക്ക് പറയാനുണ്ട്. എന്താണ് നിന്നെക്കുറിച്ചുള്ള കുറ്റം? നീ ദൈവത്തോടുള്ള ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് നീ ഏതിൽ നിന്ന് മാറിപ്പോയോ അതിലേക്ക് തിരിച്ചു വരണം. അതായത് ദൈവം നിന്നെ എന്തുമാത്രം സ്നേഹിച്ചോ, ആ സ്നേഹം നീ അനുഭവിച്ചോ, ആ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് നീ മടങ്ങി വരണം. ഇപ്പോൾ ഈ ആണ്ടിൻ്റെ അവസാനം സ്വയം പരിശോധിക്കണം. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവത്തെ ഞാൻ രുചിച്ചറിഞ്ഞ നിമിഷം, അന്ന് പ്രാർത്ഥനയുണ്ടായിരുന്നു, അന്ന് ആരാധനയുണ്ടായിരുന്നു, അന്ന് ഒത്തിരി നന്മ പ്രവൃത്തികൾ ഞാൻ ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് എങ്ങനെയാണ്? ഇന്ന് പ്രാർത്ഥനയിൽ കുറവ് വന്നിട്ടുണ്ടോ? ആരാധനയിൽ കുറവ് വന്നിട്ടുണ്ടോ? ദൈവത്തിൻ്റെ നാമത്തിൽ നന്മ പ്രവൃത്തിയിൽ ചെയ്യുന്നതിൽ കുറവ് വന്നിട്ടുണ്ടോ? ഇന്ന് ദൈവമുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് പറയുക, നീ മടങ്ങി വരണം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കം ചെയ്യും. അതായത് നീ പിന്നീട് അന്ധകാരത്തിലായിരിക്കും. ഈ ആണ്ടിൻ്റെ അവസാനം സ്വയം പരിശോധിക്കണം. എൻ്റെ ആദ്യത്തെ ദൈവാനുഭവമാണോ ഇന്ന് എന്നിലുള്ള ദൈവാനുഭവം? ആദ്യത്തെ പ്രാർത്ഥനാനുഭവം ഉണ്ടോ ഇപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ? ആദ്യത്തെ ആരാധനയുടെ ആ സ്വർഗീയ അനുഭവം ഇന്നെൻ്റെ ആരാധനയിലുണ്ടോ? ഞാൻ ദൈവത്തെ രുചിച്ചറിഞ്ഞ, ദൈവം എന്നെ അനുഗ്രഹിച്ച ആ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ ആ ദൈവത്തോടുള്ള സ്നേഹം എത്രമാത്രമുണ്ട് എന്ന് സ്വയം പരിശോധിക്കണം. ദൈവം എന്നെ സ്നേഹിക്കുന്നതിന് ഒരു കുറവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഞാൻ ദൈവത്തോട് സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം എത്രമാത്രം കുറഞ്ഞു പോയെന്ന് സ്വയം പരിശോധിക്കണം. ഇവിടെ വചനം വ്യക്തമായിട്ട് പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ദൈവാത്മാവ് വെളിപ്പെടുന്നുണ്ട്. ഇബ്രായ ലേഖനം 6-ാം അധ്യായം 4 മുതൽ, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാൻ ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവൻ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിൻ്റെ വീണ്ടും കുരിശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരം പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചു, കണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു, സ്വർഗീയ ദാനം ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തു. എന്നിട്ട് പിന്മാറിപ്പോയാൽ അവൻ യേശുക്രിസ്തുവിനെ വീണ്ടും കുരിശിൽ തറയ്ക്കുക. അതായത് യേശുവിനെ വ്യക്തിപരമായി രുചിച്ചറിഞ്ഞ എല്ലാ പാപത്തിൻ്റെ, ലോകത്തിൻ്റെ, ജഡത്തിൻ്റെ, പിശാചിൻ്റെ സകല ആധിപത്യങ്ങൾ വെറുത്തുപേക്ഷിച്ച് യേശുവിനോട് നിത്യം ജീവിക്കുവാൻ, പരിശുദ്ധ നയിക്കപ്പെടുവാൻ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറിപ്പോയാൽ ആ വ്യക്തിയെ മാനസാന്തരപ്പെടുത്തുവാൻ, പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് സ്വയം പരിശോധിക്കണം. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നത് ഹിതമായ സസ്യാദികൾ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരാത്തതും ശാപത്തിനടുത്തതും ആകുന്നു. ചുട്ടുകളയത്രേ അതിൻ്റെ അവസാനം. ആവശ്യത്തിന് വെള്ളവും വളവും എല്ലാം വലിച്ചു കുടിച്ചിട്ട് അവസാനം മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അതിനെ വെട്ടിത്തീയിലിടും. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥയെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. അതായത് ഈ ഒരു വർഷം ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും അഭിഷേകം എല്ലാം സ്വീകരിച്ച് ദൈവത്തിൻ്റെ എല്ലാവിധ നന്മകളും സ്വീകരിച്ചിട്ട് അവസാനം എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ മുള്ളും ഞെരിഞ്ഞിലുമാണെങ്കിൽ
അവസാനം വെട്ടി തീയിടും എന്ന് കർത്താവിനെ വചനം പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ ആണ്ടിൻ്റെ അവസാനം സ്വയം ഒന്ന് പരിശോധിക്കണം. ഇത്രയും ഈ വർഷം ദൈവം എനിക്ക് ദാനമായി നൽകിയിട്ട് ദൈവത്തിന് തക്ക ഫലം പുറപ്പെടുവിക്കാൻ, ദൈവരാജ്യത്തിന് നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ, ദൈവരാജ്യത്തിലെ അംഗങ്ങൾക്ക്, എൻ്റെ സഹജീവികൾക്ക് നല്ല ഫലം പുറപ്പെടുവിച്ച് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ ആണ്ടിൻ്റെ അവസാനം അനുതപിക്കുക, പിന്മാറ്റിപ്പോയ ഞാൻ മടങ്ങി വരിക. യേശു നിന്നെ വിളിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം നമ്മെ തൻ്റെ മാറോട് ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് അനുദപിച്ച് ഒന്ന് മടങ്ങി വരുവാൻ, അടുത്ത വർഷം ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് അനുഭവിച്ച് ദൈവത്തോടു കൂടെ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ അടുത്ത വർഷം എനിക്കൊരു അനുഗ്രഹമായി, ഞാൻ മുഖാന്തരം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കും. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. ബാർക്കമോൾ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി നന്ദി പറയുന്നു. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദാനങ്ങളും കൃപകളും നീ ഞങ്ങൾക്ക് നൽകി. എന്നാൽ കർത്താവേ, നിനക്ക് യോഗ്യമായൊരു ജീവൻ നയിക്കുവാൻ, തക്ക ഫലം കായ്ക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങൾ ഒത്തിരി കുറവുകളുള്ള വ്യക്തികളാണ് ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവേ. ദൈവരാജ്യത്തിൽ നിഷ്ഫലമായി ജീവിച്ച വ്യക്തികളാണ്. എന്നാൽ കർത്താവേ, ഞങ്ങൾക്ക് ഈ നിമിഷം ഒന്ന് അനുദപിക്കുവാൻ, ചെയ്തുപോയ തെറ്റിനെ ഓർത്ത് മാപ്പ് ചോദിക്കുവാൻ, ഒന്ന് മടങ്ങി വരുവാൻ, മാനസാന്തരപ്പെടുവാൻ, അടുത്തൊരു വർഷം ആരംഭം മുതൽ അവസാനം വരെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ദൈവരാജ്യത്തിന് ഒരു അനുഗ്രഹമായി ജീവിക്കുവാൻ, കർത്താവേ, നീ ഞങ്ങളെ നട്ടിരിക്കുന്ന ഈ മുന്തിരിത്തോട്ടത്തിൽ ഫലം കായ്ക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവൻ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ വർഷം ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നന്ദി പറയുന്നു. അടുത്ത വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം മഹത്വത്തോടെ മാത്രം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിരുന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.